നമ്മളിപ്പം ഒരു ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ കാൻറ്റിലിവർ ഓഫ് ലെങ്ത് 2 meter carries a uniformly distributed load of 1.5 kilonewton per meter run over the whole length and a point load of 2 kilonewton at a distance of 0.5 meter from the free end. Draw the shear force and bending moment diagrams for the കാൻറ്റിലിവർ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിവൺ തിങ്സ് എഴുതുക. അതായത് തന്നിട്ടുള്ളത് ലെങ്ത്ത്, പിന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഡബ്ല്യുവിൻ്റെ വാല്യൂ, പിന്നെ പോയിൻ്റ് ലോഡ് ക്യാപിറ്റൽ ഡബ്ല്യുവിൻ്റെ വാല്യൂ. അത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് ഫിഗർ വരയ്ക്കുക. കാൻറ്റിലിവറിൻ്റെ ഫിഗർ വിത്ത് ലോഡ് വരയ്ക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. So given capital L equal to 2 meter, small w അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDLൻ്റെ വാല്യൂ 1.5 kilonewton per meter for the entire length and capital W അത് പോയിൻ്റ് ലോഡാണ്, അത് 2 kilonewton. ഇത്രയാണ് ഗിവൺ തിങ്സ്. എന്നിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. കാൻറ്റിലിവർ ബീം വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2 meter. അതിൻ്റെ എൻ്റയർ ലെങ്ത്തിൽ UDL ഉണ്ട്. അതാണ് ഇത് UDL. UDLൻ്റെ വാല്യൂ 1.5 kilonewton per meter. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫ്രീ എൻഡിൽ നിന്ന് 0.5 meter. അപ്പോൾ ഇവിടെയാണ് ഫ്രീ എൻഡിൽ നിന്ന് 0.5 meter. അവിടെ ഒരു പോയിൻ്റ് ലോഡ് കാണിക്കണം, അത് 2 kilonewton. ഓക്കെ, റെസ്റ്റ് ഓഫ് ദ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുക 1.5 meter. അപ്പോൾ 1.5 പ്ലസ് 0.5 ടോട്ടൽ 2 meter. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. അപ്പം ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഓഫ് എ സെക്ഷൻ ദ റിസൾട്ടൻ്റ് നെറ്റ് ഫോഴ്സ്, ഒരു വൺ സൈഡ് ഓഫ് ദ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യും, അതിൻ്റെ റൈറ്റോ ലെഫ്റ്റോ ഉള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പം കൺസിഡർ എനി സെക്ഷൻ ബിറ്റ്വീൻ സി ആൻഡ് ബി. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഇതിന് ഒരു വാല്യൂ, അതായത് നെയിം കൊടുക്കണം. കാൻറ്റിലിവറിന് AB എന്ന് കൊടുക്കുക. അവിടെ ഒരു സി കാണിക്കുക. പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് സിയിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക ബിറ്റ്വീൻ സി ആൻഡ് ബി. അതായത് പോയിൻ്റ് ലോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ എക്സ് ഫ്രം ദ ഫ്രീ എൻഡ്. അതായത് ഞാൻ ഒന്നുകൂടെ ആ ബീം വരയ്ക്കുകയാണ് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ABC കാണിക്കുന്നു. സിയിലാണ് പോയിൻ്റ് ലോഡുള്ളത്, അത് മേളിലത്തെ ഫിഗറിലുണ്ട്. ഓക്കെ, അപ്പം ഒരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്യുന്നു അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ എക്സ് ഫ്രം ദ ഫ്രീ എൻഡ്. ഓക്കെ, എന്നിട്ട് ആ സെക്ഷൻ എഫിലുള്ള റിസൾട്ടൻ്റ് റൈറ്റ് സൈഡ് ഓഫ് എഫ് ആണ് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ് സൈഡ് ഓഫ് എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ റൈറ്റ് സൈഡ് ഓഫ് എക്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നില്ല. അവിടെയുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ടിങ്
അത് ഡൗൺവേർഡ് ആകാം, അപ്വേർഡ് ആകാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം റൈറ്റ് സൈഡ് ഓഫ് എക്സിൽ ആക്ട് ചെയ്യുന്നത് യു ഡി എൽ മാത്രമാണ്. ആ യു ഡി എൽ ഡൗൺവേർഡാണ്. അപ്പം ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ ഇതാണ്. റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ ഡൗൺവേർഡ് ആണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എങ്കിൽ അത് പോസിറ്റീവാണ്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ ഡൗൺവേർഡ് ആണ് റിസൾട്ടൻ്റ് എങ്കിൽ അത് നെഗറ്റീവാണ്. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇവിടെ ഷിയർ ഫോഴ്സ് പോസിറ്റീവാണ്. ഓക്കെ. അപ്പം അറ്റ് എക്സിൽ ഉള്ള റിസൾട്ടൻ്റ് ഫോഴ്സിനെ നമ്മൾ എഫ് എക്സ് എന്ന് പറയും. ആ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് യു ഡി എല്ലിൻ്റെ വാല്യൂ 1.5 ആണ്. അത് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലെങ്ത് ഓഫ് സ്മോൾ എക്സ്. അപ്പം പോസിറ്റീവാണ് വാല്യൂ, സ്മോൾ ഡബ്ല്യു ആണ് യു ഡി എൽ എന്ന് കൺസിഡർ ചെയ്താൽ സ്മോൾ ഡബ്ല്യു ഇൻറ്റു എക്സ്. സ്മോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 1.5 ആണ്. അപ്പോൾ 1.5x അതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ വി കൺസിഡേർഡ്. അപ്പോൾ അത് പോസിറ്റീവാണ്, 1.5x. അപ്പം ഈ ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ റൈറ്റ് സൈഡ് ഓഫ് എക്സ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് തൊട്ട് ബി വരെ. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 1.5x, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പം ഇവിടെ ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് സി ടു ബി ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് 0.5 മീറ്റർ ഫ്രം ബി ആണ്. അപ്പം ബി എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുക, സി എന്ന് പറയുന്നത് 0.5 എന്ന് എടുക്കുക. അപ്പം ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയുന്നത് എക്സ് വേരീസ് ഫ്രം 0 to 0.5 എന്ന വാല്യൂസിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് ബി ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് സി ആണ്, ഈ ജനറൽ ഫോമുല വെച്ച്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. അതായത് എഫ് എക്സ് ഈക്വൽ ടു ഡബ്ല്യു എക്സ്, അതുപോലെ എഫ് എക്സ് ഈക്വൽ ടു 1.5x. ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് 1.5 ഇടുമ്പോഴാണ് ഇത് കാണുന്നത്. ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് എ ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് ബി ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് സി ആണ് കാണാൻ പോകുന്നത്. ഓക്കെ. ഇപ്പം ആദ്യം ഇവിടെ അറ്റ് ബി എന്താണ്? എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പം എഫ് ബി എന്ന് പറയുന്നത് എന്താണ്? എഫ് ബി എന്ന് പറയുന്നത് 1.5 ഇൻറ്റു 0. 1.5x ആണല്ലോ ജനറൽ ഫോമുല. അപ്പോൾ 1.5 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0. അപ്പം ബിയിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. ഇനി അറ്റ് സി എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു 0.5 ആണ്. ഓക്കെ. അപ്പോൾ എഫ് സി എന്താണ്? 1.5x ആണല്ലോ ജനറൽ ഫോമുല. 1.5x ഇൻറ്റു 0.5, അതായത് 0.75 കിലോ ന്യൂട്ടൺ ആണല്ലോ യൂണിറ്റ്. അപ്പം അതാണ്. അപ്പം ഇതാണ് ബിയിലെയും സിയിലെയും വാല്യൂ. ഓക്കെ. അപ്പം ഷിയർ ഫോഴ്സ് അതിനനുസരിച്ച് സ്ട്രെയിറ്റ് ലൈനായിട്ട് ബിയിൽ 0 to സിയിൽ 0.75 എന്നുള്ള രീതിയിലോട്ട് ചേഞ്ച് ആവും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം സി വരെ വരയ്ക്കാം. ബി നിന്ന് സി വരെ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ബേസ് ലൈൻ വരയ്ക്കുകയാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക. അങ്ങനെയാണ് എ ടു ബി. ഇടയ്ക്കുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സി, അത് മാർക്ക് ചെയ്യുക. ഓക്കെ. ഇതിനെയാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ബേസ് ലൈൻ. ഓക്കെ. അപ്പം
ബി ബിറ്റ്വീൻ ഇവിടെ കാൽക്കുലേഷൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അറ്റ് ബി 0 ആണ്, അറ്റ് സി 0.75. അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എ ബി സി ഈ പോയിൻറ്റിന് ഡി എന്ന പേര് കൊടുക്കുക. ഓക്കെ, അവിടെ കൊണ്ട് നിർത്തുക. അപ്പോൾ സിയിൽ 0.75 ആണ്. ഓക്കെ, ബിറ്റ്വീൻ സി ആൻഡ് ഡി ഹൈറ്റ് എന്ന് പറയുന്നത് 0.75, അതവിടെ കാണിച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കേണ്ടത് ബിറ്റ്വീൻ സി ആൻഡ് എ ആണ്. അപ്പോൾ സെക്ഷൻ നേരത്തെ കൺസിഡർ ചെയ്തത് ബിറ്റ്വീൻ സി ആൻഡ് ബി ആണ്. അപ്പം ഇനി നമ്മൾ സെക്ഷൻ അനദർ സെക്ഷൻ വിൽ ബി കൺസിഡേർഡ് ബിറ്റ്വീൻ എ ആൻഡ് സി. അതായത് ഞാനിവിടെ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. എ ബി, ഇവിടെ സി, ഈ ഒരു സെക്ഷൻ കൺസിഡർ എനി സെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് സി. ഇവിടെ കൺസിഡർ ചെയ്യാം അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ എക്സ് ഫ്രം ബി. ഇതാണ് ബി. അപ്പം ഇപ്പോൾ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്യാപിറ്റൽ എക്സ് സെക്ഷൻ. ഓക്കെ, അപ്പം ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് ഷിയർ ഫോഴ്സ് അറ്റ് പുതിയ ക്യാപിറ്റൽ എക്സ് ആണ്. അത് ഞാൻ റൈറ്റ് സൈഡിൽ എഴുതുകയാണ്. ഓക്കെ, അപ്പം ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എഫ് എക്സ് ഈക്വൽ ടു, നോക്കിയേ, റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. ഈ സെക്ഷൻ ഇവിടെ വരും, ഇവിടെ വരും. അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് സെക്ഷൻ നമുക്ക് യു ഡി എൽ ഉണ്ട്, പ്ലസ് ഒരു പോയിൻറ്റിലൂടെ 2 kN ഉണ്ട് റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ. അത് എക്സ് കഴിഞ്ഞ് റൈറ്റ് സൈഡോട്ട് ടോപ്പ് ഫിഗറിൽ നോക്കുക. ഓക്കെ, അപ്പം എഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡ്യൂ ടു യു ഡി എൽ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ്. കാരണം ഇവിടം വരെ ഉള്ളത് വെയിറ്റ് ഡബ്ല്യു ആണല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 1.5 വന്ന്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എക്സ് പ്ലസ് 2 kN താഴോട്ടാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ആണെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ 2 kN. അപ്പോൾ ഇതാണ് ഫോർമുല, ഡബ്ല്യു എക്സ് പ്ലസ് 2 kN. അപ്പം ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്കറിയാം 1.5 എക്സ് പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ് എക്സിൻ്റെ ഇക്വേഷൻ ബിറ്റ്വീൻ സി ആൻഡ് എ. അപ്പോൾ ഇതും എക്സിലുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ എ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. അപ്പം ബിറ്റ്വീൻ സി ആൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബിറ്റ്വീൻ സി ആൻഡ് എ ഏതൊക്കെ പോയിൻറ്റ്സ് ഉണ്ട് അവിടത്തേക്ക് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ആദ്യം ഏതാണ്? സി ആണ്. അപ്പം അറ്റ് സി എക്സ് ഈക്വൽ ടു 0.5 ആണ്. അപ്പം അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് സി ഈക്വൽ ടു 1.5 എക്സ് പ്ലസ് 2 ആണ് ജനറൽ ഫോർമുല. 1.5 ഇൻറ്റു 0.5 പ്ലസ് 2 എന്ന് പറയുന്നത് 2.75 kN. അതാണ് എഫ് സി. ഇനി അടുത്ത പോയിൻ്റ് ഏതാണ്? സി കഴിഞ്ഞ് എ ആണ്. അപ്പം അറ്റ് എ എക്സ് ഈക്വൽ ടു എത്രയാണ്? ബിന്ന് ഫ്രീ എൻഡിൽ നിന്ന് എ വരെ 2 മീറ്റർ അല്ലേ. അപ്പം അറ്റ് എ എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സിനെ നമ്മൾ എഫ് എ എന്ന് പറയും. എഫ് എ ഈക്വൽ ടു 1.5 ഇൻറ്റു 2 പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 + 2 5 kN. അപ്പം സിയിലെ വാല്യൂ കിട്ടി 2.75, എഫ് എയിലെ വാല്യൂ കിട്ടി 5 kN. ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫിഗറിലോട്ട് നോക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഫിഗറാണ് ഇത്. ഇതിലോട്ട് നോക്കുക. ബി നിന്ന് ഡി വരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയി. ഡി എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് സി ആണ്. ഇനി അറ്റ് സിയിൽ നമുക്കറിയാം, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പുതിയ ഇക്വേഷൻ വെച്ചാണ്. സിയിൽ നമ്മൾ പഴയ ഇക്വേഷനിൽ വെച്ച് അറ്റ് സിയിൽ 0.75 എന്ന് കിട്ടി. പുതിയ ഇക്വേഷൻ വെച്ച് സിയിൽ എത്ര കിട്ടി? എഫ് സി എന്ന് പറയുന്നത് 2.75 എന്നും കിട്ടി. അതായത്
പോയിൻ്റ് ലോഡ് കൊണ്ടുണ്ടായ അഡീഷണൽ ഷിയർ ഫോഴ്സാണ് ഈ ഡിഫറൻസ്. അതായത് 0.75 എന്ന് 2.75 ആയി ആ സിംഗിൾ പോയിൻറ്റിൽ ഡ്യൂ ടു ദ പോയിൻ്റ് ലോഡ് 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ സഡൻലി ഒരു താഴോട്ടാണ് 2 കിലോ ന്യൂട്ടൺ, അതുകൊണ്ട് അത് പോസിറ്റീവാണ്. സഡൻലി ഒരു ഷിയർ ഫോഴ്സിലൊരു ഇൻക്രിമെൻറ്റ് ഹാപ്പനിങ്, അത് എത്രയാണ്? 2 കിലോ ന്യൂട്ടൺ അപ്വേർഡ്. അപ്പോൾ ആ പുതിയ പോയിൻറ്റിനെ ഇ എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഹൈറ്റ്, അഡീഷണൽ ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. ഇനി നമ്മൾ സി നിന്ന് എയിലോട്ട് പോവുകയാണ്. അതായത് അറ്റ് എ എക്സ് ഈക്വൽ ടു 2 അപ്പോൾ എഫ് എത്രയാണ്? 5 കിലോ ന്യൂട്ടൺ ആണ്. അപ്പം എയിൽ 5 കിലോ ന്യൂട്ടൺ ആണ്. അപ്പം 5 കിലോ ന്യൂട്ടൺ ഹൈറ്റിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ 2.75 ആണ് ഇ എന്ന് പറയുന്നത്. അപ്പം ഒരു അപ്രോക്സിമേറ്റ്ലി 5 കിലോമീറ്ററിന് ഇവിടെയൊക്കെ വരും. എന്നിട്ട് 5 കിലോമീറ്റർ ഇതാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, എന്നിട്ട് ഈ പോയിൻറ്റിന് എഫ് എന്ന പേര് കൊടുക്കുക. എന്നിട്ട് ഈ എഫിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതെല്ലാം ബേസ് ലൈന് മേളിലായതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് എന്നിടുക. ഓക്കെ, അപ്പം നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു സെക്ഷൻ എക്സ് ബിറ്റ്വീൻ സി ആൻഡ് ബി കൺസിഡർ ചെയ്തു. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്നിട്ട് എക്സ് കൺസിഡർ ചെയ്ത പോയിൻറ്റ്സിലുള്ള ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ബിയിലെയും സിയിലെയും കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ സെക്ഷൻ കൺസിഡർ ചെയ്തത് സിക്കും എക്കും ഇടയ്ക്ക് സെക്ഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. അത് കഴിഞ്ഞ് സിയിലെയും എയിലെയും ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈനാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഈ ഫിഗറിൻ്റെ തന്നിട്ടുള്ള ഫിഗറിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് വരയ്ക്കാൻ പോണത്. നമ്മൾ നേരത്തെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കണ്ടതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇതിന് സൈൻ കൺവെൻഷനുണ്ട്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ബി എം എന്ന് പറയും. ബെൻഡിങ് മൊമെൻറ്റ് ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ബെൻഡിങ് മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഇതുപോലെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് മാത്രമാണ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പം റൈറ്റ് സൈഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. സൈൻ കൺവെൻഷൻസൊക്കെ വേറൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അത് ബേസിക് കാര്യങ്ങളാണ്. ഇപ്പം ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ബെൻഡിങ് മൊമെൻറ്റ് റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവും, റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ബെൻഡിങ് മൊമെൻറ്റ് വരുന്നതെങ്കിൽ പോസിറ്റീവാണ്. ഓക്കെ, അപ്പം ആദ്യം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, എ ബി സി. അപ്പം ഫസ്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് ബി വി വിൽ കൺസിഡർ എ സെക്ഷൻ ക്യാപിറ്റൽ എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ എക്സ് ഫ്രം ദ ഫ്രീ എൻഡ്, സെയിം ലൈക്ക് ബിഫോർ. സോ ബെൻഡിങ് മൊമെൻറ്റ് at a section between C and B at a distance x from the free end is given by mx. mx equal to, look at here, അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് ഏകദേശം വരും. അപ്പം റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? UDL 1.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ മാത്രമേ ഈ സെക്ഷൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ളൂ. ഓക്കെ, ടോപ്പിലുള്ള ഫിഗർ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ UDL എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ്, അപ്പം മൈനസ്. അതിൻ്റെ W ആണ് UDL. അപ്പം അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡുള്ള W ഇൻറ്റു എക്സ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ W ഇൻറ്റു എക്സ് ഈ ക്യാപിറ്റൽ എക്സ് തൊട്ട് ബി വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ്, അതായത് ക്യാപിറ്റൽ എക്സിനും ബിക്കും ഇടയ്ക്കുള്ള സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെയാണ് ഈ ടോട്ടൽ ഫോഴ്സ് W/X ആക്ട് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം അവിടെ ഒരു പോയിൻ്റ് ലോഡ് പോലെ ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പം ക്യാപിറ്റൽ എക്സിനും ബിനും ഇടയ്ക്കുള്ള സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുമ്പം സ്മോൾ x/2 ഡിസ്റ്റൻസിലായിരിക്കുമല്ലോ. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ x/2 ആണ്. അവിടെ ഒരു പോയിൻ്റ് ലോഡ് പോലെ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് WX ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം മൊമെൻ്റ് എങ്ങനെ വരും? -W/X ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതായത് x/2 എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്കറിയാം 1.5 ഇൻറ്റു എക്സ് ആണ്, ഇൻറ്റു x/2 മൈനസ് 1.5 x²/2. അപ്പോൾ 1.5/2 എന്ന് പറയുന്നത് മൈനസ് 0.75 x². അപ്പോൾ ഇതാണ് mx. അപ്പോൾ mx എന്ന് പറയുന്നത് ഒരു ജനറൽ ഇക്വേഷനാണ് അറ്റ് സെക്ഷൻ എക്സ്. ഇവിടെ x²ൻ്റെ ടേമാണ്. x² വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതെന്താണ്? പരാബോളയാണ്. അതായത് ഒരു കർവ്ഡ് ആയിട്ടായിരിക്കും ബിറ്റ്വീൻ എക്സ് ആൻഡ് ബി ബെൻഡിങ് മൊമെൻറ്റ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ജനറൽ ഇക്വേഷൻ. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആദ്യം കൺസിഡർ ചെയ്യുന്നത് ബിറ്റ്വീൻ സി ആൻഡ് ബി ആണ്. അപ്പം ഫസ്റ്റ് ബേസ് ലൈൻ വരയ്ക്കുക. ഇതാണ് ബേസ് ലൈൻ. മാർക്ക് ദ പോയിൻറ്റ്സ് എ, ബി, സി. ഇതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അറ്റ് ബിയിൽ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അറ്റ് സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഫ്രം ദ ജനറൽ ഇക്വേഷൻ. ജനറൽ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം എന്താണ്? അറ്റ് ബി. അറ്റ് ബി എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു 0. ഈ എക്സ് 0 ആണല്ലോ ഇവിടെ. അപ്പം എം ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറൽ ഇക്വേഷൻ -0.75 ഇൻറ്റു 0². അപ്പോൾ 0 കിട്ടും. അപ്പോൾ ബി സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. ഇനി അതാണ് അറ്റ് സി. അറ്റ് സി എക്സ് ഈക്വൽ ടു എത്രയാണ്? 0.5 ആണ്. അതുകൊണ്ട് എം സി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എന്ന് പറയുന്നത് എത്രയാണ്? -0.75 ഇൻറ്റു 0.5 സ്ക്വയർ. ഇതെന്ന് പറയുന്നത് -0.1875 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ യൂണിറ്റ് ഓഫ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ഓർ മില്ലിമീറ്റർ. ഇവിടെ എല്ലാം കിലോ ന്യൂട്ടണിലും മീറ്ററിലുമാണ് വാല്യൂസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് അറ്റ് സി. അപ്പം ബിറ്റ്വീൻ സി ആൻഡ് ബി, ബിറ്റ്വീൻ ബി ആൻഡ് സി ബെൻഡിങ് മൊമെൻറ്റ് വേരീസ് ലൈക്ക് എ പരാബോള എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പരാബോള. അപ്പം ജസ്റ്റ് നമ്മൾ ബിയും തൊട്ട് സി വരെയുള്ള ഒരു കർവ്ഡായിട്ടങ്ങ് കാണിക്കുക. ഓക്കെ, ഇവിടം വരെ കാണിച്ചു. അപ്പോൾ ആ പോയിൻറ്റിന് നമ്മൾ ഡി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഹൈറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ സി ആൻഡ് ഡി, ആ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0.1875 ആണ്. ഓക്കെ, അപ്പം ഇവിടം വരെയായി. ഇനി അറ്റ് പോയിൻറ്റ് സി വരെയുള്ള ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി നമ്മൾ സെക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്യണം. ബിറ്റ്വീൻ സി ആൻഡ് എ ഈ സെക്ഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇവിടെ വരയ്ക്കുകയാണ്. കൺസിഡർ എ സെക്ഷൻ
ബിറ്റ്വീൻ സി ആൻഡ് എ. ഇവിടെ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഫ്രീ എൻഡ് എന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? എം എക്സ് ജനറൽ ഇക്വേഷൻ അറ്റ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എം എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡ് ഓഫ് എക്സിലുള്ള ഫോഴ്സൊക്കെ നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് എക്സിൽ യു ഡി എൽ ഉണ്ട്, പിന്നെ 2 kN ഡൗൺവേർഡ് ഉണ്ട്. എല്ലാം ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ് ആണ് വരുന്നത്. അപ്പം ഫസ്റ്റ് യു ഡി എല്ലിൻ്റെ ഇക്വേഷൻ നോക്കാം. -W/x ആണ് യു ഡി എല്ലിൻ്റെ ഫോഴ്സ്. അത് ആക്ട് ചെയ്യുന്നത് എവിടെയായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? മിഡിൽ ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ് ആൻഡ് ബി, അതായത് ഇവിടെ വല്ലതും ആയിരിക്കും അത് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ പോയിൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? x/2 ഫ്രം ബോത്ത് എൻഡ്സ്. ഓക്കെ, അപ്പം അത് ആക്ട് ചെയ്യുന്നത് x/2 ഡിസ്റ്റൻസിലാണ്. സോ മൊമെൻറ്റ് ഡ്യൂ ടു യു ഡി എൽ എന്ന് പറയുന്നത് എന്താണ്? -W/x x/2 അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോയിൻ്റ് ലോഡ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് നോക്കാം. പോയിൻ്റ് ലോഡ് ഡൗൺവേർഡാണ്. ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസായി, ഈ എക്സിൽ നിന്ന് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസായി, ക്ലോക്ക് വൈസ് ഡൗൺവേർഡാണ്, നെഗറ്റീവാണ്. അപ്പം ആ ഫോഴ്സിൻ്റെയും നെഗറ്റീവാണ്. അപ്പം -2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ഈ എക്സിൽ നിന്ന് ബി വരെ സ്മോൾ എക്സ് ആണ്. ഓക്കെ, പിന്നെ ബിയിൽ നിന്ന് 2 kN വരെ 0.5 ആണെന്നറിയാം. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ക്യാപിറ്റൽ എക്സും 2 kN എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് x - 0.5 ആണ്. അതായത് ക്യാപിറ്റൽ എക്സ് ഇവിടെ വല്ലതും ആണെന്ന് കൺസിഡർ ചെയ്താൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എക്സ് ആണല്ലോ, മൈനസ് ഈ ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണല്ലോ. ഇത് 0.5, ഇത് 1.5. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അതായത് x - 0.5. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? -1.5 ആണല്ലോ W, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x ഇൻറ്റു x/2 -2 ഇൻറ്റു x - 0.5. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -0.75 x² -2 ഇൻറ്റു x - 0.5 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കുക, x² ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇതും എന്താണ്? പരാബോള ആയിരിക്കും, പരാബോളയാണ്. അപ്പം ബിറ്റ്വീൻ ഈ സിക്കും എക്കും ഇടയ്ക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം പരാബോളയായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിനി വരയ്ക്കാൻ പോണത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ എഴുതാൻ പോണത് അറ്റ് സി, അത് കഴിഞ്ഞ് അറ്റ് എ. ഓക്കെ, അറ്റ് സി ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നേരത്തെ -0.1875 എന്ന് ഒരു വാല്യൂ കിട്ടി. എന്നാലും പുതിയ ഇക്വേഷൻ വെച്ച് നമുക്ക് അറ്റ് സി ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് അറ്റ് സി സ്മോൾ എക്സ് ഈക്വൽ ടു 0.5. സിയിലെ സ്മോൾ എക്സ് എന്ന് പറയുന്നത് 0.5 ആവും. ഇതാണ് സ്മോൾ എക്സ്, അത് സിയിലാവും. ഇത് സി ഇവിടെ ആണല്ലോ, സിയിലാവുമ്പം, സിയിലാണ് 2 kN ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സിയിലാവുമ്പം 0.5 ആണ് സ്മോൾ എക്സ്. അപ്പം അവിടെ നമ്മൾ എം സി എന്ന് പറയും. എം സി ഈക്വൽ ടു ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ജനറൽ ഇക്വേഷൻ. -0.75 ഇൻറ്റു 0.5 സ്ക്വയർ -2 ഇൻറ്റു എക്സ് 0.5 -0.5. അപ്പോൾ ഈ ടേം 0 ആയിപ്പോവും. ഇത്
കാൽക്കുലേറ്റ് ചെയ്യുമ്പം 0.1875 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള വാല്യൂ തന്നെ കിട്ടും, നേരത്തെ കിട്ടിയ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, അപ്പം അവിടെ അബ്രപ്റ്റായിട്ട് മൊമെൻറ്റ് ചേഞ്ച് ഒന്നുമില്ല, അവിടെ തന്നെയാണ്. അറ്റ് സി സെയിം തന്നെ, അപ്പോൾ അവിടെ അത് തന്നെയാണ്. ഇനി അറ്റ് എ എന്ന് പറയുമ്പോൾ എ എവിടെയാണ്? ഇവിടെയാണ്. അപ്പം ഈ എക്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആണ്. അറ്റ് എ എക്സ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പം എം എ എന്ന് പറയും. എം എ എന്ന് പറയുന്നത് എന്താണ്? -0.75 ഇതാണല്ലോ ജനറൽ ഇക്വേഷൻ. 2 സ്ക്വയർ -2 ഇൻറ്റു ഇവിടെ എക്സിൽ 2 - 0.5. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -6 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ അതാണ് അറ്റ് എയിൽ -6. അപ്പോൾ ഇവിടെ -6 എന്നുള്ളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റൊക്കെ ഒരു ഏകദേശം ഒരു സ്കെയിലിൽ നമ്മൾ വരച്ചാൽ മതി. അതായത് ഇവിടെ 0.1875 ആണെങ്കിൽ അതിനാലും കുറേ കൂടെ ഹൈറ്റ് വേണമല്ലോ, അല്ലെങ്കിൽ ഡെപ്ത് വേണം. ഇവിടെ അപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ എഫ് എ ബി, ഇവിടെ സി ആയിരുന്നു, ഇത് ഡി, അപ്പോൾ ഇത് ഇ എന്നെടുക്കാം. എന്നിട്ട് ഇത് തമ്മിൽ ഡിയും ഇയും തമ്മിൽ ഒരു പരാബോളിക് കർവാണ്. അപ്പോൾ അതൊരു കർവ്ഡായിട്ടൊന്ന് കാണിക്കുക. ഇവിടെ നെഗറ്റീവാണ്. ഓക്കെ, ഇപ്പം നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, താങ്ക് യു.